ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടി. അയാളെ പിടികൂടി. എങ്കിലും അയാൾ പറയുന്നു അയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. നമുക്കും അറിയാം സഹായം ലഭിക്കാതെ അത്തരത്തിലുള്ള ഒരു ജയിൽ ചാട്ടത്തിന് സാധ്യമല്ല എന്നുള്ളത്. ചില ഉന്നതരുടെ സ്വാധീനമൊക്കെ ഇതിൽ പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആരാണ് ആ ഉന്നതൻ, അല്ലെങ്കിൽ ആരാണ് ആ സഹായം ചെയ്തു കൊടുക്കുന്ന വ്യക്തി? അതായത് ഇത് ഒരു വ്യക്തിയുടെ സഹായം മാത്രമല്ല, ജയിലിനകത്തെ സഹതടവുകാരായ പലരുടെയും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ജയിലിന് പുറത്തെത്തിയതിന് ശേഷം ഗുരുവായൂരെത്തി മോഷണം നടത്തിയതിന് ശേഷം ആ പണവും കൊണ്ട് നാട് വിടാനായിരുന്നു ഗോവിന്ദചാമി പദ്ധതിയിട്ടിരുന്നത്. അപ്പോൾ പുറത്താരൊക്കെയോ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പദ്ധതി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ട്രെയിനിലാണ് വേണം യാത്ര ചെയ്യാൻ, ട്രെയിനിൽ ഗുരുവായൂരെത്തണം എന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സംശയിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത കാര്യം, ഉന്നതരാരൊക്കെയെന്ന്. ജയിലിനകത്ത് ഇടപെടൽ നടത്തുന്ന നിരവധി ഉന്നതരുടെ പേരുകൾ നമുക്കറിയാം, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ. അത് കണ്ണൂർ സെൻട്രൽ ജയിലിലാവുമ്പോൾ കുറച്ചുകൂടി നമുക്ക് വ്യക്തത വരുന്ന കാര്യമാണ്. CPM-ൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി നിരന്തരമായി CPM പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഉപദേശക സമിതി അംഗമാണ് P. ജയരാജൻ. അപ്പോൾ P. ജയരാജനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ V. മുരളീധരൻ ഉന്നയിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V. മുരളീധരൻ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ജയിലിൽ പിടിമുറുക്കാൻ വേണ്ടിയിട്ടാണ് P. ജയരാജൻ ഈ പറയുന്ന ജയിൽ സമിതിയുടെ ഉപദേശക സമിതിയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ജയിലിനകത്ത് ഈ പറയുന്ന CPM-കാരുണ്ട്, അങ്ങനെ പല ആൾക്കാരുമുണ്ടല്ലോ, അവരുമായിട്ടൊക്കെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനാണ് എന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം കണ്ണൂർ സെൻട്രൽ ജയിലിലെ രാഷ്ട്രീയ തടവുകാരെ എന്നല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അക്രമങ്ങളും കൊലപാതകവും ഒക്കെ ചെയ്ത് ജയിലിലെത്തിയ CPM-ൻ്റെ ഗുണ്ടകളെയൊക്കെ പലപ്പോഴും സഹായിക്കാനായിട്ട് ഇവർ ഇടപെടൽ നടത്താറുണ്ട് ഈ രാഷ്ട്രീയ നേതാക്കൾ പലവരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുരളീധരൻ്റെ ആരോപണത്തിന് ചില കഴമ്പുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ക്രിമിനൽസുമായിട്ട് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ബന്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതാക്കൾ ചില ഇതിനകത്തുള്ള രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ക്രിമിനലുകളെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധമുള്ള ആൾക്കാരുമായി ചാർലി തോമസ് എന്ന് ശരിയായ പേരുള്ള, ഇല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടാതെ അങ്ങനെ ഒരു പേരുള്ള ഗോവിന്ദചാമിക്ക് ബന്ധമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഉന്നത ഇടപെടലുകൾ എന്തെങ്കിലും തരത്തിൽ ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് P. ജയരാജൻ അങ്ങനെ ഇടപെട്ടു എന്നുള്ളതിനെ പറ്റിയിട്ട് ആരും പറയുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഇടപെടൽ നടത്തിയെന്നും പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ ബന്ധമുള്ള ആൾക്കാരുടെ ചില തടവുകളുമായി നിരന്തരമായി ഗോവിന്ദചാമി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള സംശയങ്ങളുണ്ട്. കാരണം ഗോവിന്ദചാമിക്ക് പുറത്തെ അധോലോകവുമായി വലിയ ബന്ധമുണ്ട്. ഈ പറയുന്ന പൻവേലിലടക്കമുള്ള കൊള്ള സംഘങ്ങളുമായി ബന്ധമുണ്ട്. അവിടെ നിന്ന് പ്രവർത്തിക്കാനുള്ള പണം ഇയാൾക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ഈ കൊള്ള സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ സുപ്രീം കോടതി വരെ പോയതിൻ്റെ പൈസയുടെ കണക്കൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്ക് മാഫിയ ബന്ധങ്ങളുണ്ട്, അധോലോക ബന്ധങ്ങളുണ്ട്. ആ അധോലോക ബന്ധങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ കേസിൽപ്പെട്ട ക്രിമിനൽ തടവുകാരന്മാർ ആരെങ്കിലും ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ കേസുകളിൽ രാഷ്ട്രീയ അക്രമങ്ങൾ ചെയ്തിട്ട് ഇതിനകത്ത് വന്ന് കിടക്കുന്ന ആൾക്കാർ ഈ പറയുന്ന ഉന്നതരുടെ സഹായം എന്തെങ്കിലും പിടിച്ചു പറ്റാനെന്നോ ഇല്ലെങ്കിൽ അങ്ങനെ സഹായം ചെയ്തു തരാമെന്നോ ഇയാളോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഇയാളുടെ സെല്ലിൽ വലിയ പരിശോധന നടന്നിരുന്നില്ല എന്നുള്ളത് കൂടി നമുക്കിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. കാരണം ഇയാൾ ഏതാണ്ട് 1.5 മാസം എടുത്തിട്ടാണ് ഈ സെല്ലിലെ കമ്പികൾ മുറിച്ചത്. കമ്പി മുറിക്കാനായിട്ട് ഉപ്പ് ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ മെസ്സിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന ഉപ്പ് ഇതിലിട്ട് ദ്രവിപ്പിച്ച് പതിയെ ഇതിനെ മുറിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ള ആക്സ ബ്ലേഡ് ഇവിടെ പണി നടക്കുന്നിടത്ത് എടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉറപ്പായിട്ട് ശബ്ദം ഉണ്ടാകുമല്ലോ. അപ്പോൾ തുണി കൊണ്ട് ഇത് മറച്ചു വെച്ചു എന്നാണ്. അതാണ് ഉന്നത ബന്ധത്തിന് സംശയിക്കുന്ന കാര്യം. ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത ബന്ധങ്ങൾ ഈ രാഷ്ട്രീയ കേസുകളുമായിട്ട് കൊലപാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഗുണ്ടകളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് വലിയ സംശയമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഇല്ലാതെ ഈ പറയുന്ന ഇരുമ്പഴി മുറിക്കാനും അതിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാനും ഒന്നും കഴിയില്ല. കൃത്യമായി ഈ പറയുന്ന കാര്യങ്ങളിൽ ജയിലിനകത്ത് നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട്, സഹതടവുകാരുടെ സഹായം കിട്ടിയിട്ടുണ്ട് പുറത്തേക്ക് പോകാനായിട്ട്. കാരണം ഒറ്റയ്ക്ക് ഇയാൾ വിചാരിച്ചാൽ ഈ പറയുന്ന കമ്പി മുറിക്കാനും ഒറ്റ കയ്യിനാണല്ലോ, ഒറ്റയ്ക്ക് കമ്പി മുറിക്കാനും അത് കഴിഞ്ഞ് ജയിൽ ചാടാനും കഴിയുമെന്നുള്ളത്. കാരണം ഏതാണ്ട് 1.5 മാസം 2 മാസത്തോളം ഇയാൾ ഈ പറയുന്ന ആഹാരം കുറച്ചിട്ട് ചപ്പാത്തി മാത്രമേ കഴിക്കൂ, ചോറ് കഴിക്കില്ല. അതിന് വേണ്ടിയിട്ട് ഡോക്ടറുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡോക്ടറെ കൊണ്ട് എഴുതി വാങ്ങിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അങ്ങനെയാണ് ഈ കമ്പികൾക്കിടയിലൂടെ രക്ഷപ്പെട്ടത്. നമ്മൾ കണ്ടു, ഫോട്ടോ കണ്ടു, മെലിഞ്ഞ് എല്ലിച്ചിരിക്കുന്ന അവസ്ഥ. ജയിലിലേക്ക് വന്നപ്പോൾ ഉള്ളതിനെക്കാട്ടിലും
മെലിഞ്ഞിട്ടാണ് ഗോവിന്ദസ്വാമി ഇരിക്കുന്നത്. അപ്പോൾ അത്രയേറെ വണ്ണം കുറഞ്ഞു ഈ കമ്പികൾക്കിടയിലൂടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ചപ്പാത്തി മാത്രം കഴിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയപ്പെടുന്ന കാര്യം. വടമുണ്ടാക്കി ഈ പറയുന്ന മതിൽ ചാടിയപ്പോൾ ഫെൻസിങ്ങിൽ ഈ പറയുന്ന വൈദ്യുത വേലി അതിന് മുകളിലുള്ളതിൽ വൈദ്യുതി ഇല്ലായിരുന്നു. ആരാണ് വൈദ്യുതി ഓഫാക്കിയത്? ഇതെങ്ങനെയാണ് വൈദ്യുതി കവചിതമായിട്ടുള്ള മതിലിന് മുകളിൽ വൈദ്യുതി ഇല്ലാതാകുന്നത്? ഇയാൾക്ക് രക്ഷപ്പെടാൻ ആരെങ്കിലും അവസരം ഒരുക്കി കൊടുത്തോ എന്നുള്ളൊരു സംശയം വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ ഗുണ്ടകൾ, ഇതിനകത്ത് കിടക്കുന്നവരാരെങ്കിലും ഈ പുറത്തുള്ള ബന്ധങ്ങളോ ഉന്നത രാഷ്ട്രീയക്കാരുടെ ബന്ധങ്ങളോ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇയാളെ രക്ഷപ്പെടാൻ ഇല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്തെങ്കിലും നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ ചില പരിപാടികളുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇന്ന് വരണ്ട എന്ന് പറയാനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും ഇതിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്ന്. എന്തായാലും ഗോവിന്ദസ്വാമി അവിടുന്ന് വടമൊക്കെ ഉണ്ടാക്കി, തുണി കൊണ്ടുള്ള വടമുണ്ടാക്കി ഈ പറയുന്ന ഫെൻസിങ്ങിലേക്ക് ഇട്ടു. അവിടെ അതിൽ കൂടെ ചവിട്ടിക്കിടന്നു. ഈ പറയുന്ന എണ്ണയും മറ്റ് സാധനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവന്ന പാത്രങ്ങളാണ് ചവിട്ടിക്കയറാൻ ഉപയോഗിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടി ഒറ്റക്കയ്യനായ ഗോവിന്ദസ്വാമിക്ക് ജയിൽ ചാടാനായിട്ട് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭാരം കുറച്ചാൽ ഒരു വിധമൊക്കെ തൂങ്ങിക്കയറാം, പക്ഷേ കാലിൻ്റെ സഹായത്തോടു കൂടി കുരുക്കിട്ട് കയറാൻ പറ്റും. പക്ഷേ അതും വളരെ ശ്രമകരമാണ്. അപ്പോൾ ആരുടെയെങ്കിലും സഹായം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതിൽ ജയിൽ ജീവനക്കാരുണ്ടോ, സഹതടവുകാരുണ്ടോ, സഹതടവുകാരുടെ ബന്ധത്തിലുള്ള രാഷ്ട്രീയക്കാരുണ്ടോ, പുറത്തേക്ക് നിന്നുള്ള ആരുടെയെങ്കിലും സഹായമുണ്ടോ? ഇങ്ങനെയുള്ള വലിയ സംശയവും ചോദ്യവുമെല്ലാം തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി പുറത്തെത്തിയിട്ട് വലിയ കൊള്ളയ്ക്ക് പദ്ധതിയിട്ടിരുന്നു. ഇയാൾ അപകടകാരിയാണ്, പണത്തിന് വേണ്ടി എന്ത് ചെയ്യും, സ്ത്രീകളെ ആക്രമിക്കും. ഇയാൾ ഈ പറയുന്ന പോയ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ആർക്കെങ്കിലും നേരെ നടത്തിയിരുന്നെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തെ വഷളാക്കുമായിരുന്നു. മറ്റൊരു കാര്യം, ഇയാൾ പുറത്തു പോകുമ്പോൾ പോലീസിനല്ല വിവരം കിട്ടുന്നത്, പോലീസല്ല കണ്ടെത്തുന്നത്, നാട്ടുകാരാണ് കണ്ടെത്തുന്നത്. ഒരാൾ കണ്ടിട്ട് ഗോവിന്ദസ്വാമിയാണെന്ന് തിരിച്ചറിഞ്ഞു, ഗോവിന്ദസ്വാമി എന്ന് വിളിക്കുന്നു. ഇയാൾ തിരിഞ്ഞു നോക്കുന്നു. അവിടുന്ന് ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിൻ്റെ വളപ്പിലേക്ക് ഇയാൾ ഓടിക്കയറുന്നു. അവിടെയാണ് ഈ കിണറ്റിൽ ഒളിക്കുന്നത്. അപ്പോൾ ഗോവിന്ദസ്വാമിയെ കണ്ടെത്തുന്നതിന് നാട്ടുകാരൻ നിർണായകമായി. പോലീസിൻ്റെ മിടുക്കല്ല അവിടെ പ്രവർത്തിച്ചത്. പിന്നെ പോലീസ് വരുന്നു, ഈ പ്രദേശമാകെ വളയുന്നു, അടുത്തെത്തുന്നു, ഇയാളെ കണ്ടെത്തുന്നു, പിടികൂടുമ്പോൾ പോലും കയ്യിൽ ചെറിയ ആയുധങ്ങൾ ഇയാൾ കരുതിയിരുന്നു എന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് മേൽ അപകടകാരിയായ ആളാണ്. ഏറ്റവും ഇറങ്ങി ആദ്യം ചെയ്തത് ആയുധങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ആൾക്കാരെ ആരെങ്കിലും തന്നെ പിടിക്കാൻ ശ്രമിച്ചാൽ ആയുധമെടുത്ത് ആക്രമിക്കുക എന്നുള്ള പരിപാടിയാണ് ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്രയേറെ അപകടകാരിയാണ്. തലയിലൊരു തുണിസഞ്ചി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് കൈ കയറ്റി വെച്ചിട്ടാണ് പോയത്. ഒറ്റ കയ്യനാണ് എന്നുള്ളത് നാട്ടുകാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതിലാണ് ഇയാൾ ഈ പരിപാടി ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അപകടകാരിയായ ക്രിമിനലായ ഒരു കൊടും കുറ്റവാളി, അതായത് ജയിലിനകത്തെ ജയിലെന്നാണ് ഈ 10-ാം നമ്പർ സെല്ലിനെ വിളിക്കുന്നത്. അതായത് ഈ അതീവ അപകടകാരികളായിട്ടുള്ള കുറ്റവാളികളെ, ഈ പറയുന്ന ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടവരെയൊക്കെ കൊണ്ട് താമസിപ്പിക്കുന്ന വലിയ സുരക്ഷയുള്ള ഒരു സ്ഥലമാണ് 10-ാം നമ്പർ സെല്ല്. ആ സെല്ലിലാണ്, ആ ജയിലിൻ്റെ ബ്ലോക്കിലാണ്, അവിടെ നിന്നാണ് ഇയാൾ ചാടിപ്പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിരിക്കുന്നു ഗുരുതര വീഴ്ചയുണ്ട്. 4 പേരെ സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 4 പേര് മാത്രമാണോ ഇതിനകത്ത്? ഈ സാധാരണഗതിയിൽ ഉന്നത ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെത്തട്ടുള്ള ചെറുമീനുകളെ പിടിച്ച് ഇരയാക്കി ഒതുക്കാനാണ് പതിവ്. കാരണം നിയമം പലപ്പോഴും അങ്ങനെയാണ് പ്രവർത്തിക്കാറുള്ളത്. ചിലന്തി വല പോലെയാണ് നിയമങ്ങളെന്ന് പറയാറുണ്ട്. ചെറു പ്രാണികൾ മാത്രമേ ഒതുക്കുള്ളൂ, വമ്പന്മാർ അതെല്ലാം പൊട്ടിച്ച് കടന്നു പോകും എന്നുള്ളതാണ്. ഇവിടെയും അങ്ങനെ സംഭവിച്ചിരിക്കാം. എന്തായാലും ചാർലി തോമസ് എന്ന് പറയുന്ന ശരിയായ പേരുള്ള ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന പ്രതിക്ക്, ഗോവിന്ദസ്വാമി എന്നറിയപ്പെടുന്ന ചാർലി തോമസിന് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കാൻ അകത്തു നിന്നും പുറത്തു നിന്നും സഹായം ലഭിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, പൻവേലിൽ അടക്കം വലിയ അധോലോക ബന്ധങ്ങളുള്ള ഇയാൾ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഒരിക്കൽ പോലും നിയമത്തിന് മുന്നിലേക്ക് തിരികെ എത്തില്ല എന്നുള്ള ഒരു ഭീഷണി കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനകത്ത് ഗൗരവപൂർണമായ വളരെ വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം വേണം. അത് സംസ്ഥാനത്തെ ഏജൻസികൾക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ അതിന് പുറത്തുള്ള ഏജൻസികൾ എത്തി കൃത്യമായിട്ട് ഈ പ്രശ്നത്തിന് മേൽ അന്വേഷണം നടത്തണം. വി മുരളീധരൻ്റെ ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്.